ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയില്ല. ഏത് സമയത്ത് ഇങ്ങനെ പത്രം വായിച്ചോണ്ട് കൊച്ചിനെ വിളിച്ചായിരുന്നോ? കൊച്ചിനെ ഇങ്ങോട്ട് വരുന്നില്ല, പിന്നെ ഞാൻ പ്രത്യേകിച്ച് വിളിക്കേണ്ട ആവശ്യമുണ്ട്? വിളിക്കണം. എന്നെ വിളിച്ചായിരുന്നു. ആ, ഏതോ ചെക്കനോ പെണ്ണോ ആയിട്ട് അങ്ങോട്ട് വരാൻ പോണത്. ഏത് ചെക്കൻ? കല്യാണം കഴിച്ചെന്നാ പറയണത്. നിങ്ങൾ അമ്മയും മോളും എപ്പോഴും ഇതുപോലെ ഡിസ്കഷൻ. അപ്പൊ എന്താ കാര്യം നിനക്കറിയില്ലേ? അമ്മയും മോളും കൂടി ഡിസ്കസ് ചെയ്യുന്നു. അച്ഛനോട് എന്ത് ചെയ്തോണ്ടിരിക്കുക? നമ്മൾ തമ്മിൽ റെഡിയാണ്. അതായത് അവളുടെ പഠിത്തവും അതിന് വേണ്ട ചെലവുകൾ, കോളേജ് ഫീസ്, ഇതൊക്കെ ഞാൻ ചെയ്യാനും അവരുടെ ബാക്കിയുള്ള സ്വഭാവ രൂപീകരണം ഇയാൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. കോളേജ് ഫീസ് അടച്ചതുകൊണ്ട് മാത്രം അപ്പനൊന്നും ആവില്ല. അല്ല, ഇനി ഞാൻ പറഞ്ഞില്ല. പക്ഷെ നമ്മൾ അതല്ലേ തീരുമാനിച്ചത് അങ്ങനെ ചെയ്യാമെന്ന്. അതുകൊണ്ട് അവരുടെ കോളേജ് കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ നോക്കുന്നു. അത് ഞാൻ നല്ല രീതിയിൽ നോക്കുന്നില്ലേ? പെണ്ണ് വരുന്നുണ്ട്, കല്യാണ ചെറുക്കനായിട്ടാ വരാൻ പോണെന്ന് പറഞ്ഞേക്കുന്നത്. ആ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? അപ്പൊ കാണും. നിങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാം ഉണ്ടാക്കി വെച്ചാൽ. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഞാനാണ്. എന്താ ചേട്ടൻ? ഹലോ ഹലോ, എടീ നീ എവിടെയാ? ഓക്കെ ഓക്കെ ശരി. എന്തായി? എന്താണ് എവിടെയെങ്ങോട്ട് കറങ്ങി നടക്കണം? അവളിപ്പോ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലയോ? വരാമല്ലേ പറഞ്ഞത്? ചെക്കനായിട്ട് വരുമെന്നാ പറഞ്ഞത്. ഇതുവരെ വരാത്തോണ്ടാണ് ഞാൻ വിളിച്ചത്. അതെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ആങ്ങളെ വിളിച്ചു നോക്കാം. അങ്ങനോട് ഇങ്ങോട്ട് വരാം. ഇനി അവൻ വന്നിട്ടുണ്ട് പുറത്താൻ എന്തെങ്കിലും ചെയ്യും. ദിനേശ്, നീ ഈ അടുത്ത് ഇവിടെ എങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് കയറി വന്നേ. ഓക്കെ ശരി. എന്നോട് പ്രശ്നം എന്താണ് പ്രശ്നം? അവള് അശ്വതി ഏതോ ചെക്കനെ കൂട്ടിയിട്ട് വരുന്നുണ്ട്. എനിക്കിതൊന്നും അറിയില്ല. ഇവര് തമ്മിലാണ് എല്ലാ സംസാരവും കാര്യങ്ങളൊക്കെ. എന്നിട്ട് അവസാനം ഇവിടെ വരെ എത്തിയപ്പോഴും എന്റെ പേക്കിട്ട് എന്റെ എന്നോട് പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റൂ. അതെ അതെ, ചെക്കനെ കൂട്ടിട്ടോ. ഏത് ചെക്കൻ? ആ, അതാ അവളുടെ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അവളിപ്പോ അവളോട് നേരിട്ട് വിളിക്കും. അതാ കഴിഞ്ഞ പ്രാവശ്യം അവളെ വീട്ടിൽ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞതാ അവളുടെ ഫോണിലെ കളി ഇച്ചിരി കൂടുതലാണ്. അന്നേ ഞാൻ പറഞ്ഞു ഇത്ര വേണ്ടെന്ന്. എന്തുവാണ് ഈ കേൾക്കുന്നത്? എന്തോ പ്രശ്നം? നീ ആരെയോ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോവാന്നൊക്കെ പറഞ്ഞു. ഇതാ ഇവരീ പറഞ്ഞ ചെക്കൻ. ചെക്കനാണോ പെണ്ണാണോ ആദ്യം ചോദിച്ചോ? എന്റെ ലവറാ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടയാ. ചെക്കന്റെ പേരെന്നാ? സരോജ്. വീട് ഇവിടെ ഒരു മണിക്കൂറേ ഉണ്ട്. എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്? 4 മാസമായി. 4 മാസം കൊണ്ട് കല്യാണം വരെ എത്തിയോ? ഹലോ, എന്റെ സോൾമേറ്റാ. ഞാൻ ചേട്ടനല്ല അത് അല്ല, ഫോട്ടോ വല്ലതും ഉണ്ടോ? ആ ഉണ്ട്. നല്ല ഭംഗിയുള്ള ചെക്കനാണ്. നല്ല അച്ഛനൊക്കെ മുടിയുണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്. ബിഗ് ബോഡിയാ, മസിൽമാനാ. അത്യാവശ്യം മെനക്കെട് കുറവില്ല. അല്ല, ഈ ചെറുക്കം വല്ല ജെമിനി സർക്കസിലെ ഉള്ള ആളാണോ? അല്ല, എന്റെ താഴെ ജെമിനി എന്ന് എഴുതി വെച്ചേക്കണം. ഓ, ജസ്റ്റ് അത് ഇപ്പൊ AI കണ്ട് നമുക്ക് ഏത് കുരങ്ങിനും നല്ല ആക്കണല്ലോ, അങ്ങളെ പോലെ. ജോലി ഉണ്ടോ കൊച്ചേ? അത് പിന്നെ കല്യാണം കഴിച്ചാലും ജോലി കിട്ടില്ല. കല്യാണം കഴിച്ചാലും ജോലി. തലയെ വെച്ചാ മുട്ട കടിക്കും, തലയെ വെച്ചാ ചെതലരിക്കും എന്ന് പറഞ്ഞു നടത്തിയ കൊച്ച. എന്റെ ചേട്ടൻ അങ്ങനെ തന്നെ വളർത്തിയതാ. നിന്റെ ചേട്ടനും അതുപോലെ ആയോ? നീ അത് കൊണ്ടുവരുമോ ഒരാളെ ഇങ്ങനെ? വരും, ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. അതെ, ഞാനിങ്ങ് വന്ന വഴിക്ക് ഒരു ബ്രോക്കറെ കണ്ട് പുള്ളിയുടെ അസിസ്റ്റന്റിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ കയ്യിൽ നോക്കട്ടെ നല്ല ചെറുക്കനുണ്ടോ എന്ന്. ഏത് ബ്രോക്കർ? ആരെ കാര്യം പറയുന്നു? അല്ലിപ്പ ഈ തോന്നിക്കൽ വീട് ഇതാണ്. ഒരു 15 മിനിറ്റായി ഞാൻ ഈ ഓട്ടോറിക്ഷ കിടക്കാൻ. ആരോ എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞായിരുന്നു. ഇങ്ങോട്ട് വരാൻ ഞാനാ വിളിക്കാൻ പറഞ്ഞത്. ഇവിടെ വന്നപ്പോഴല്ലേ കാര്യം അറിയണത്. പെണ്ണിന് വേറൊരു ചെറുക്കനുമായിട്ട് പ്രശ്നം. ഇപ്പൊ ചെറുക്കൻ ജെമിനി സർക്കസിലൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഒന്ന് കണ്ടു നോക്ക. ഇനിയിപ്പൊ നമുക്ക് പറ്റുന്ന ആലോചനയാണെങ്കിൽ നമുക്ക് നടത്തിക്കളയാം. ചേട്ടാ, നല്ല മണി പോലെയുള്ള 100 പെണ്ണുങ്ങളും ചെറുക്കന്മാരും ഇതിന്റെ അകത്തുണ്ട്. ഞാൻ ഒപ്പിച്ചു തരാം. വേണ്ട, എനിക്ക് എന്റെ ചേട്ടൻ മതി. അവളെ ഒന്ന് കണ്ടു നോക്കാം. വേണ്ട, ഞാൻ എന്റെ ചേട്ടൻ വിളിക്കാൻ പോയി. എന്നാലും ഒന്ന് കണ്ടു നോക്കാം. വേണ്ട. മോളൂസേ, ഞാൻ ഇവിടെ ഉണ്ടടി. അയ്യോ, ഇതാണോ നിന്റെ ചെറുക്കൻ?